Dear students, welcome to Learner's World. In this video, I'm going to talk about a story, The Frog Prince by James Finn Garner. FIUGB is English Language Skill for Humanities and Other BA program, first semester, Calcutta University. James Finn Garner is an American author and satirist. He is best known for his work, Politically Correct Bedtime Stories. ജെയിംസ് ഫിൻ ഗാർണർ ഒരു അമേരിക്കൻ ഓതറാണ്, അതുപോലെ സറ്ററിസ്റ്റാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഈ ഒരു വർക്കിലാണ്, പൊളിറ്റിക്കലി കറക്റ്റ് ബെഡ് ടൈം സ്റ്റോറീസിൽ. പൊളിറ്റിക്കലി കറക്റ്റ് ബെഡ് ടൈം സ്റ്റോറീസ്, മോഡേൺ ടെയിൽസ് ഫോർ അവർ ലൈഫ് ആൻഡ് ടൈംസ് is a 1994 work. In this book, Garner humorously critiques the movement towards political correctness and the censorship of children's literature. Politically correct bedtime സ്റ്റോറീസ് എന്ന് പറയുന്നത് 1994 ഉള്ളൊരു വർക്കാണ്. ഈ ഒരു ബുക്കിൽ ഇതൊരു കളക്ഷൻ ഓഫ് സ്റ്റോറീസാണ്, ബെഡ് ടൈം സ്റ്റോറീസാണ്. ഈ ഒരു ബുക്കിൽ ജെയിംസ് ഗാർണർ വളരെ ഹ്യൂമറസ്ലി ക്രിറ്റിസിസം നടത്തുകയാണ് ചെയ്യുന്നത്. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെതിരെയും അതുപോലെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൻ്റെ സെൻസർഷിപ്പിന് ഇതിനൊക്കെ കുറിച്ചിട്ട് ഒരു ക്രിറ്റിസിസം, ഹ്യൂമറസ്ലി ക്രിറ്റിസിസം നടത്തുകയാണ് ചെയ്യുന്നത്. ദ ഫ്രോഗ് പ്രിൻസ് ഈസ് ടേക്കൺ ഫ്രം ദ ബുക്ക് ദ പൊളിറ്റിക്കലി കറക്റ്റ് ബെഡ് ടൈം സ്റ്റോറീസ്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു സ്റ്റോറി ദ ഫ്രോഗ് പ്രിൻസ് എന്ന് പറയുന്നത് ഈ ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആയിട്ടുള്ള പൊളിറ്റിക്കലി കറക്റ്റ് ബെഡ് ടൈം സ്റ്റോറീസ് എന്ന് എടുത്തിട്ടുള്ളതാണ്. ദ ഫ്രോഗ് പ്രിൻസ് ഇസ് ദ പാരഡി ഓഫ് ദ ഫ്രോഗ് പ്രിൻസ് ഫെയറി ടെയിൽ. അതായത് ഒരു ഫെയറി ടെയിൽ ഉണ്ടായിരുന്നു, ദ ഫ്രോഗ് പ്രിൻസ്. അതിൻ്റെ പാരഡി ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി ഉള്ളത്, ദ ഫ്രോഗ് പ്രിൻസ് എന്ന് പറഞ്ഞിട്ട്. The Frog Prince in here is rather a land developer who cheated several landlords out of their property and was consequently punished by being turned into a frog. ഒരു ഫ്രോഗ് പ്രിൻസ് ഉണ്ടായിരുന്നു, ഇതിലെ ഫ്രോഗ് പ്രിൻസ് എന്ന് പറയുന്നത് ഒരു ലാൻഡ് ഡെവലപ്പറാണ്. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലാൻഡ് ലോഡ്സിൻ്റെ, ഒരുപാട് ഭൂവുടമയുടെ ഭൂമിയൊക്കെ വാങ്ങി അവരൊക്കെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പല രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പരിണിത ഫലമായിട്ട് ഒരു മന്ത്രവാദിനി ഈ ഒരു ലാൻഡ് ഡെവലപ്പറെ പണിഷ് ചെയ്യുകയാണ്, ഒരു ഫ്രോഗായിട്ട് മാറ്റുകയാണ്. ഒരു ഫ്രോഗായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. വൺസ് ടേൺ ബാക്ക് ഇൻ ടു ഹ്യൂമൻ, ദ ഡെവലപ്പർ അറ്റംപ്റ്റ് ടു ഗെറ്റ് ദ പ്രിൻസസ് ടു ഹെൽപ്പ് ഹിം ഇൻ ഹിസ് ഗ്രീഡി സ്കീംസ് ടു ഡെവലപ്പ് മോർ ലാൻഡ് വിച്ച് എൻഡ്സ് ഇൻ ഹെർ കില്ലിങ് ഹിം. പിന്നീട് ഈ ഒരു ഫ്രോഗായി മാറിയതിന് ശേഷം ഒരു പ്രിൻസസ് മനുഷ്യനായിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അങ്ങനെ മനുഷ്യനായി മാറിയതിന് ശേഷം ഈ ഒരു ലാൻഡ് ഡെവലപ്പർ വീണ്ടും ഈ പ്രിൻസസിനെ കൂട്ടുപിടിച്ച് അയാളുടെ ആ ഒരു ഗ്രീഡി ബിസിനസ്, അത്യാഗ്രഹിയായിട്ടുള്ള അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരുപാട് ലാൻഡുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു പ്രിൻസസിന് കാര്യം മനസ്സിലായി. പ്രിൻസസ് ഈ ഒരു ലാൻഡ് ഡെവലപ്പറെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ സ്റ്റോറി. Okay, then summary of Frog Prince. The story begins with a land developer who has made his fortune by cheating several landlords out of their property. അപ്പോൾ ഇത് സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് ഒരു ലാൻഡ് ഡെവലപ്പർ ഉണ്ടായിരുന്നു. അയാളുടെ ഫോർച്യൂണിന് വേണ്ടിയിട്ട് അയാൾ ഒരുപാട് ലാൻഡ് ലോഡ്സിനെ, അതായത് ഒരുപാട് ഉടമകളെ ചീറ്റ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. ഈസ് എ ഗ്രേഡി ബിസിനസ്മാൻ. അയാൾ വളരെ അത്യാഗ്രഹിയായിട്ടുള്ളൊരു ബിസിനസ്മാൻ ആയിരുന്നു. ഹിസ് ലൈഫ് ടേക്സ് എ ഡ്രമാറ്റിക് ടേൺ വെൻ ഹീ ഈസ് പണിഷ്ഡ് ബൈ എ മാജിക്കൽ ഫോഴ്സ് ഫോർ ഹിസ് റോങ് ഡൂയിങ്. അപ്പോൾ അയാൾ ഒരുപാട് ഭൂവുടമകളെ അയാൾ ചീറ്റ് ചെയ്തിട്ടുണ്ട് പ്രോപ്പർട്ടീൻ്റെ പേരിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലാൻഡ് ഡെവലപ്പറുടെ ലൈഫ് ഒരു ടേണിംഗ് പോയിൻറ്റിലേക്ക് മാറുകയാണ്. അതായത് ഒരു മാജിക്കൽ ഫോഴ്സിലൂടെ ഒരു പണിഷ്മെൻറ്റ് കിട്ടുകയാണ് ഈ ഒരു ലാൻഡ് ഡെവലപ്പർക്ക്, അയാളുടെ തെറ്റിന് ഒരു ശിക്ഷയായിട്ട്. He is transformed into a frog and forced to live in a small pond. അയാളൊരു ഫ്രോഗായിട്ട് മാറി. ഒരു പണിഷ്മെൻ്റ് എന്നുള്ള തരത്തിൽ അയാളൊരു ഫ്രോഗായിട്ട് മാറ്റി. അയാളുടെ റോങ് ഡൂയിങ് കാരണം ഒരു സ്മോൾ പോണ്ടിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയായിട്ട് വന്നു. ദ ഫ്രോഗ് ഹു ഈസ് സ്റ്റിൽ അറഗന്റ് ആൻഡ് സെൽഫിഷ് സെറ്റ്സ് ഔട്ട് ടു ഫൈൻഡ് എ വേ ടു ബ്രേക്ക് ദ കേഴ്സ് ആൻഡ് റിട്ടേൺ ടു ഹ്യൂമൻ ഫോം. അപ്പോൾ ഈ ഒരു ഫ്രോഗ് വളരെ അരഗൻ്റായിരുന്നു, അതുപോലെ സെൽഫിഷായിരുന്നു. എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു കേഴ്സിൽ നിന്ന്, ഈ ഒരു ശാപത്തിൽ നിന്ന് എങ്ങനെയും പുറത്ത് കടക്കണം, രക്ഷപ്പെടണം, എന്നിട്ട് ആ ഒരു ഹ്യൂമൻ
ഫോമിലേക്ക് മാറണം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. ഈ മീറ്റ്സ് എ പ്രിൻസസ് ഹൂ ഇസ് കൈൻഡ് ബട്ട് ഓൾസോ സ്ട്രോങ് വിൽഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ആ സമയത്താണ് ഒരു പ്രിൻസസിനെ, ഒരു രാജകുമാരിനെ കണ്ടുമുട്ടുന്നത്. ഈ രാജകുമാരിൻ്റെ ഒരു ഗോൾഡ് ബോൾ ഈ ഒരു പോണ്ടിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണ് ഈ ഒരു ഫ്രോഗിനെ കാണുന്നത്. ഹൂ ഇസ് കൈൻഡ് ബട്ട് ഓൾസോ സ്ട്രോങ് വിൽഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഈ ഒരു പ്രിൻസസ് വളരെ ദയാലുയുള്ള ഒരു രാജകുമാരിയായിരുന്നു. അതുപോലെ അതോടൊപ്പം തന്നെ വളരെ സ്ട്രോങ് വിൽഡ് ആയിരുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ദ പ്രിൻസസ് ടേക്ക് പിറ്റി ഓൺ ഹിം ആൻഡ് ഡിസൈഡ് ടു ഹെൽപ്പ് ഹിം. അപ്പോൾ ഈ ഒരു ഫ്രോഗ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഈ ഒരു ബോൾ ഗോൾഡ് ബോൾ നിനക്ക് തിരിച്ചു തരാം, ഞാനിതിൽ നിന്ന് എടുക്കാൻ സഹായിക്കാം, പക്ഷെ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ പ്രിൻസസ് എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഷി കിസ് ദ ഫ്രോഗ് ഓൺ ദ ഫോർഹെഡ്. ഈ ഒരു ഫ്രോഗിനെ കിസ് ചെയ്താൽ മാത്രമേ ആ ഒരു കേഴ്സിൽ നിന്ന് ബ്രേക്ക് ആവുകയുള്ളൂ. അങ്ങനെ ഈ ഒരു പ്രിൻസസ് എന്ത് ചെയ്തു? ഫ്രോഗിൻ്റെ ഫോർഹെഡിൽ കിസ് ചെയ്തു. ദ ഫ്രോഗ് ഗ്രൂ ആൻഡ് ചേഞ്ച്ഡ്. അങ്ങനെ ഫ്രോഗിന് മാറ്റങ്ങൾ സംഭവിച്ചു. ദ ഫ്രോഗ് ടേൺ ബാക്ക് ഇൻ ടു ഹ്യൂമൻ. അങ്ങനെ ഈ ഒരു ഫ്രോഗ് മനുഷ്യരിലേക്ക് ചേഞ്ചായി. The frog once turned back into a human, the developer attempts to get the princess to help him in his greedy schemes to develop more land. ഈ ഫ്രോഗ് ഹ്യൂമനിലേക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതിന് ശേഷം അതൊരു വീണ്ടും ഒരു ലാൻഡ് ഡെവലപ്പറായിട്ട് മാറി. ഈ പ്രിൻസസിൻ്റെ കൂടെ പ്രിൻസസിനോട് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് വീണ്ടും അയാളുടെ ആ ഒരു ഗ്രീഡി ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലാൻഡ് ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ലാൻഡ് വീണ്ടും കൈയടക്കാൻ വേണ്ടിയിട്ട്, പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചു. The princess pushed him back under water and held him there until he stopped thrashing. പ്രിൻസസിന് കാര്യം പിടികിട്ടി. പ്രിൻസസ് വിചാരിച്ചു ഇങ്ങനെയുള്ളൊരു റോങ് ഡൂയിങ് ആയിട്ടുള്ള ഒരാളെ വെച്ചേക്കാൻ പാടില്ല. അങ്ങനെ ആ ഒരു പോണ്ടിലേക്ക് തന്നെ എന്ത് ചെയ്യാണ്? പുഷ് ചെയ്യാണ്. പിന്നീട് വെള്ളത്തിൽ ഒരുപാട് സമയം പിടിച്ചു അയാളുടെ ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഷി വാക്ക്ഡ് ബാക്ക് ടു ദ ക്യാസിൽ. ഷി മാർവൽ അറ്റ് ദ നമ്പർ ഓഫ് ഗുഡ് ഡീഡ്സ് ദാറ്റ് എ പേഴ്സൺ കുഡ് ഡു ഇൻ ജസ്റ്റ് വൺ മോർണിംഗ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് വീണ്ടും പ്രിൻസസ് ക്യാസിലേക്ക്, തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ ഒരു സമയത്ത് അവൾ വളരെയധികം സന്തോഷവതിയായി. കാരണം ഈ ഒരു മോർണിംഗിൽ എനിക്ക് ഒരുപാട് നല്ല നമ്പർ ഓഫ് ഗുഡ് ഡീഡ്സ്, നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതിൽ അവൾ വളരെയധികം